നമസ്കാരം. ബിഗ് ബോസ് ഹൗസിൽ രാവിലെ മുതൽ വൻ അടി. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ദിവസം ഉള്ള വഴക്കുകളൊക്കെ തന്നെ അവിടെ നടക്കുന്നു. ഈ റിയാസിനെ കൊണ്ടുവന്നത് ലക്ഷ്മിക്ക് ഹൈപ്പ് ഉണ്ടാക്കാനാണ്. ഇന്ന് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇങ്ങേര് അവിടെ വന്നിട്ട് ഹോട്ടലിലെ ടാസ്ക് എന്നും പറഞ്ഞ് വന്നിട്ട് നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ബിഗ് ബോസിന്റെ ചില കുതന്ത്രങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ലക്ഷ്മിയെ നെഗറ്റീവായി പോകുന്നതിന്റെ ഒരു പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകും. റിയാസിന് അവിടെ വന്ന് ഈ സദാചാരബോധമൊക്കെ പറയാൻ റിയാസിന് എന്ത് അവകാശം, എന്ത് അധികാരം, അല്ലെങ്കിൽ ധാർമ്മികമായതിനുള്ള ഒരു മനസ്സുണ്ടോ അദ്ദേഹത്തിന്? എത്രയോ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം. ബഡായി ആര്യയെ കുറിച്ചും അതുപോലെ പിന്നെ എന്തോ നീചപ്പട്ടി, അങ്ങനെ പല 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 സദാചാരത്തിനെ കുറിച്ച് അതുപോലെ ഫെമിനിസത്തിനെ കുറിച്ചൊക്കെ വാദോരാതെ വിമർശിച്ച ഒരു 4-5 കേസുകൾ നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനകം തന്നെ റിയാസിനെ കുറിച്ച് അറിയാം. ഈ ആളിനെ കൊണ്ട് ഇതിനകത്തെ കൊണ്ട് നന്നാക്കാൻ പോയി എങ്ങനെ ഇരിക്കും? ഇതിനകത്തിൽ വരുന്ന എന്റെ സംശയം, ഈ ലെസ്ബിയൻ കപ്പിളിനായ അതിനെ നൂറ ഇവരുടെ പ്രശ്നത്തിന് ഇവർക്ക് ലക്ഷ്മിക്കെതിരെയുള്ള ആ ഒരു ഫൈറ്റിന് ലക്ഷ്മിയെ ആയുധമാക്കി ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു ബിഗ് ബോസ് ചെയ്തത്. അത് ബിഗ് ബോസ് ഒരു പക്ഷെ ഈ നെഗറ്റീവ് കൂടി കഴിയുമ്പോൾ അത് പബ്ലിക്കിൽ പോസിറ്റീവ് ആവും. അത് ബിഗ് ബോസിനറിയാം. അതിന്റെ ഒരു കുതന്ത്രമായിട്ടാണ് ഇപ്പോൾ കരുതുന്നത്. ലക്ഷ്മിക്ക് ഒരു പരിധിവരെ ഇപ്പോൾ ചെറിയൊരു ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ബിഗ് ബോസിന്റെ കറുത്ത കൈകൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ബിഗ് ബോസിലെ ഈ ടാസ്ക് വൈസ് ഹോട്ടലിൽ 5 സ്റ്റാർ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മണ്ണാങ്കട്ടയുടെ ടാസ്ക് ഈ 2 ദിവസം കൊണ്ടില്ല. ചുമ്മാ ഇങ്ങനെ കുറെ കാര്യം. ഇപ്പം രാവിലെ എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരുന്നിട്ട് ഓരോ അഭിപ്രായം പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അഭിപ്രായം പറയുമ്പോൾ രാവിലെ മുതൽ ഭയങ്കരമായ ജനറൽ മാനേജരായ ലക്ഷ്മിയെ നീ എന്നൊക്കെ പിന്നെ ആരാണ് വിളി അവിടെ നടക്കുന്നുണ്ട്, ആരോ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷ് പ്രൊവോക്ക് ചെയ്ത സംഭവങ്ങൾ എന്തിന് കഴിഞ്ഞ ദിവസം എല്ലാരെയും ശോഭയും ഉൾപ്പെടെ എല്ലാവരുമായിട്ട് പ്രൊവോക്ക് ചെയ്യാൻ നയപരമായി അനീഷിനറിയാം. അതുപോലെ അനീഷ് ഷാനവാസ് ബന്ധം ഒരു ഷേക്ക് ഹാൻഡിലേക്ക് ഒരു സുഹൃത്ത് ബന്ധമായി വളർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനായി ചില സംഭവങ്ങളൊക്കെ ബിഗ് ബോസിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. പിന്നെ അഭിലാഷാണ് ഈ ലക്ഷ്മിയെ നീ എന്നൊക്കെ വിളിച്ചു. ജനറൽ മാനേജർ എന്തൊക്കെ പരിപാടിയാണ്. അതുപോലെ ഒരു ഡോക്ടറുണ്ട്, ഒരു മരമണ്ണ ഡോക്ടറോടെ എന്തോയിനാണ് നെവിന്. അതിനിടയ്ക്ക് പോയി ആഹാരം കഴിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. ഡോക്ടർ പറയാം ഞാൻ തറന്നുടയ്ക്കാം, ഞാൻ പിന്നെ പെട്ടി പിടിക്കാം, കാല് തിരുമ്മി കൊടുക്കാം. ഡോക്ടർ ഈ ഇങ്ങനെയൊക്കെയുള്ള പേര് ഡോക്ടർമാരുടെ വില കളയുന്ന ഡോക്ടറായിട്ട് നെവിൻ മാറിയിരിക്കുകയാണ് ഇതിനകത്ത്. ഇതൊക്കെ എന്തിനിങ്ങനെ പോസ്റ്റ് കൊടുത്ത് ആ ഒരു പദവിയെ ദുരുപയോഗം ബിഗ് ബോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. വെറും പ്രഹസനമായ കാര്യങ്ങളാണ്. ടാസ്ക് നമ്മൾ ഉദ്ദേശം വന്നിട്ട് അവര് നോർമലി അവിടെ ചെയ്തു തന്ന ടാസ്കുകളിൽ കുറച്ച് വൈരുദ്ധ്യം കൊണ്ടുവന്നിരുന്നതിന് കുറച്ചുകൂടെ ഒരു വാല്യൂ ഉയർന്നേനെ. അതിന് പകരം ഇങ്ങനെ ഗസ്റ്റുകളെ കൊണ്ടുവന്ന് എന്തൊക്കെയോ അവിടെ സംഭവം നടക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് പ്രമോദം കാണിച്ച് 2 പേര് വന്നവര് 2 ദിവസം ഏതാണ്ടൊക്കെ കാണിച്ച് അവര് പോയി. 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് തട്ടുകടയായിട്ട് അത് മാറ്റി. വന്ന് കയറിയപ്പോ കാണിച്ച ആർജവം അതിന്റെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ മുഖഭാവവും മാറി, അവരുടെ സൗഹൃദമായി കരച്ചിലായി. എന്തിന്? അതിഥികൾ ഇങ്ങനെയൊക്കെയാണോ ഒരു ഇതിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടത്? അങ്ങനെ ഇപ്പോൾ രാവിലെ അടിയുടെ പൂരമാണ് അവിടെ നടക്കുന്നത്. അടി ഏത് രീതിയിലൊക്കെ തീരും എന്നുള്ളത് മറ്റൊരു അപ്ഡേറ്റിൽ പറയാം. നന്ദി, നമസ്കാരം.